മന്ത്രി ബിന്ദു കൃഷ്ണ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശം വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. അത് ഉചിതമാണ്. അവർ പറഞ്ഞത് അവർ ഒരു സ്ഥലത്ത് പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ തലയ്ക്ക് താഴോട്ടാണ് ഈ അവിടെ നിന്ന് കഴുത്തിന് താഴേക്കുള്ള ഭാഗം മാത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നു. അത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഈ അവിടെ ഒരു പരിപാടി നടക്കുന്നു, അവർ വന്നിരിക്കുന്നു, കയറുന്നു, എല്ലാം ഒരു തലയ്ക്ക് താഴേക്കുള്ള ഭാഗം മാത്രം ഷൂട്ട് ചെയ്തെടുത്തിട്ട് ഈ ആളിനെ സൂം ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഈ ആളിനെ പിടികൂടുന്നു. ഈ സംഭവം എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നു. പക്ഷേ അത് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ സംഭവം, ഈ വിഷ്വൽസ് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഓർത്തോണം, ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരവസ്ഥ ആ മന്ത്രി ഒരു പൊതുവേദിയിൽ വിളിച്ചു പറയേണ്ടി വരികയാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പൊക്കെ ഇവിടെ എന്തെടുക്കുകയാണ്? ഇവിടുത്തെ സൈബർ പോലീസും ഇവിടുത്തെ പോലീസും എന്ത് ചെയ്യുകയാണ്? സാധാരണ ഇവർ മന്ത്രിമാർക്ക് വരുമ്പോൾ അവിടെ പോലീസും ഒക്കെ സംവിധാനങ്ങൾ ഉള്ളതാണ്, അവരൊക്കെ നോക്കേണ്ടതുമാണ്. ഇതിൻ്റെ ഈ ഒരു പ്രവണത ഉണ്ടല്ലോ, ഈ സ്ത്രീകളെ കഴുത്തിന് താഴോട്ട് ഷൂട്ട് ചെയ്യുന്ന രീതി, ഇത് നമ്മളിപ്പം കാണുന്നത് സിനിമാക്കാരുടെ പരിപാടിയല്ലാണ്. അതെ, ഇത് കുറച്ച് പേര് അവർ തന്നെ പേ ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളുണ്ട്, ഇതിനോട് കൂലി പട്ടാളമുണ്ട്. ബാക്കി കുറച്ച് പേര് അല്ലാതെ ഇതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഇവർ ഈ വരുന്ന ഈ പരിപാടി പങ്കെടുക്കാൻ പറഞ്ഞ ചില വനിതാ താരങ്ങൾ അവർ ഇത് നാലാൾ കാണട്ടെ, ഇതെൻ്റെ ശരീരഭംഗി എന്നുള്ള കാണിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. അതല്ല, അവർ ഷൂട്ട് ചെയ്യുന്നു, അവർ കൊടുക്കുന്നു, അതിന് ഗംഭീര അടിക്കുറിപ്പിടുന്നു. മറ്റു ചിലത് അബദ്ധവശാലും സംഭവിക്കുന്നത്. ഈ വ്ളോഗർമാർ എന്ന പേരിൽ കുറെ ഓൺലൈൻ പാപ്പരാസികൾ ഇറങ്ങി. ഇവർ ഇതും കൊണ്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു നമുക്കൊന്നും അറിയാൻ വയ്യാത്ത നടിമാരായിരിക്കും. ഏതെങ്കിലും ഒരു സീരിയലിൻ്റെ ഒരു മൂലയ്ക്ക് നിന്നതോ, അല്ലെ ഒരു സീരിയലിൻ്റെ സൈഡിൽ കൂടെ പോയതോ, അതല്ലെങ്കിൽ ഏതെങ്കിലും സീരിയലിൽ അഭിനയിക്കുന്നതോ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ അത്യാവശ്യം മാദകത്വമുള്ള സ്ത്രീകളോ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇവരുടെ ഈ ശരീരഭാഗങ്ങൾ കൃത്യമായിട്ട് ഇവന്മാർ ഷൂട്ട് ചെയ്ത് അത് ഈ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് തന്നെയാണ് ഇവർ വരുന്നത്. ഇവർ തന്നെ കണ്ടോട്ടെ എന്ന് കരുതി തന്നെയാണ് ഇവർ വരുന്നത്. ഇത് ഇവർ ഷൂട്ട് ചെയ്യുന്നു. ഇത് ഷൂട്ട് ചെയ്ത് ഇവർ ഇട്ടും ഇന്ന ചേച്ചി വരുന്നത് കണ്ടോ, ചേച്ചിയുടെ വിനയം കണ്ടോ, കരുതൽ കണ്ടോ, ചേച്ചി ഓടി വരുന്നത് കണ്ടോ, മഴയത്ത് ചേച്ചി കുടയെടുക്കാതെ വന്നപ്പോൾ, അത് ഈ മഴയത്ത് ചേച്ചി കുടയെടുക്കാതെ വന്നപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒരു പാർട്ടി ഓർമ്മ വരും. മഴ വരുന്നുണ്ട്, കുടയെടുത്തോണ്ട് പറഞ്ഞു ഫോണി വിളിച്ച് പറഞ്ഞ ഒരു ഞരമ്പൻ മന്ത്രി നമുക്കുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളാണ്. അതുപോലെ പിന്നെ ഉദ്ഘാടനത്തിന് മാത്രമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ചില ഡ്രസ്സുകൾ അവരിങ്ങോട്ട് വന്ന് നിന്നിട്ട് അവസാനം ഇതുപോലെ ഒരു നടി വന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നിരുന്ന് വിവാദമായി. അത് അവസാനം പൊങ്കാല ഇവരുടെ മണ്ടക്കോട്ടെ. സ്വാഭാവികമാണല്ലോ. കാരണം അവിടെ ഉണ്ടായിരുന്ന സകലമാന പാപ്പരാസി ക്യാമറമാന്മാരും വന്ന് ഇവരുടെ ശരീര സൗന്ദര്യം എടുക്കാൻ. തിരുവനന്തപുരത്ത് പോയി ഇത്തരം ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ അത് എറണാകുളത്ത് നിന്ന് ഈ ആൾ എത്തിച്ചായിരിക്കാനുള്ള സാധ്യത. അത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ആർക്ക് ഉദ്ഘാടനം കിട്ടണമല്ലോ. കാരണം കൊച്ചി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഈ കോടമ്പാക്കം സിനിമകളായിരുന്നു പണ്ട് 80കളും 90കളും സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് കോടമ്പാക്കം മദ്രാസി സ്റ്റുഡിയോകളിലായിരുന്നു. അതുകൊണ്ട് മലയാള നടന്മാരും നടിമാരും എല്ലാം ഒന്നിച്ച് കോടമ്പാക്കത്തും തമിഴ്നാട്ടിൽ ചെന്നൈയിലും ഒക്കെ ആയിട്ടാണ് തമ്പടിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഹബ്ബായിട്ട് കൊച്ചി മാറിയതോടെ ഇവിടെ ഇല്ലാത്ത സംസ്കാരം എല്ലാം ഉടലെടുത്തു. ലഹരി വരുന്ന സംസ്കാരം, അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ ഈ വ്ളോഗർമാരെന്ന് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. നിരന്തരമായി ഒരു വിവാദങ്ങൾ ഉണ്ടാക്കാറുള്ളതാണ് ഈ ഇത്തരം ചടങ്ങുകളൊക്കെ സ്ഥലത്ത് നിന്ന്. പിന്നെ ചില ഇതുണ്ടല്ലോ, സിനിമ റിവ്യൂ നടത്തുന്ന ആശാമാർ, ഇങ്ങനെ ഒരു പുതിയ വിഭാഗം ഉണ്ടായിട്ടുണ്ട്. ഇവർ വളരെ വിചിത്ര ജീവികളാണ്. ഓരോ വിചിത്രമായ പേരുകളും ഒക്കെ ഇട്ട് കുറേ ഓൺലൈൻ പാപ്പരാസികളുണ്ട്. ഇവർ വരുന്നു, എടുക്കുന്നു. അവരിപ്പം ഇത് മനഃപൂർവ്വം കാണിക്കാൻ വരുന്ന ആൾക്കാരുടെ ഇവരെടുത്ത് കൊടുക്കുന്നത് ആ ഒരു ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇവരെന്ത് ചെയ്യും? ഇങ്ങനൊന്നും ഇല്ലാതെ മാനം മര്യാദയ്ക്ക് നടക്കുന്ന ആൾക്കാർ സ്ത്രീകളെയും ഇതുപോലെ എടുക്കും. അവർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ ഇത് ഷൂട്ട് ചെയ്യും. പിന്നെ നമുക്കറിയാം നമ്മുടെ എന്താണ് ഇതിനകത്ത് ഈ മലയാളിയുടെ നല്ല പൊതുവെ ലൈംഗിക അരാജകത്വം മുതലാക്കുക എന്നൊരു ലക്ഷ്യമാണ് മിക്ക പൊതുവിടങ്ങളിലും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ചില ആൾക്കാരുണ്ട്, ഈ ഫേസ്ബുക്കിൽ പേജ് തുടങ്ങിയതിന് ശേഷം അവർ തന്നെ ഇതങ്ങ് കാണിക്കുകയാണ്. അവരുടെ പ്രദർശനം, അവരിങ്ങനെ കുട്ടി നിക്കറിട്ടുകൊണ്ട് നടക്കുന്നു, അല്ലെ കുട്ടി ഉടുപ്പിട്ടുകൊണ്ട് നടക്കുന്നു, അല്ലെ മഴയത്ത് ഓടുന്നു, വെള്ളത്തിൽ ചാടുന്നു, ഇങ്ങനെയൊക്കെ അവർ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഫേസ്ബുക്കിലൂടെ കാണുന്നു. ഇതിന് ഭയങ്കര വ്യൂവേഴ്സും അടിക്കുറിപ്പും. ഇതിനിടയ്ക്ക് കൂടെ ചില വിരുദ്ധന്മാരെന്ത് ചെയ്യുന്നറിയോ? നല്ല ഒന്നാന്തര AI ഇമേജ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി അതിസുന്ദരികളായ യുവതികളെ അർത്ഥനഗ്നരായിട്ട് ആക്കിക്കൊണ്ട് അവരുടെ ചിത്രം എടുത്തിടും. എനിക്കൊരു ഹായ് തരുമോ, എന്നെ ബന്ധപ്പെടാൻ ഇന്ന നമ്പർ എന്നൊക്കെ പറഞ്ഞു.
എന്താ ഇതിനകത്ത് നിറയെ വസന്തങ്ങളാണ്. നമ്മൾ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കണം, നമുക്ക് ചിരിച്ചമ്പട ഊപ്പാട് വരും. ഇവർക്ക് ഒന്നും മനസ്സിലാവില്ലല്ലോ, മനസ്സിലാവത്തില്ല. അപ്പൊ ചിലർ വന്നതിനടിയിൽ എഴുതും, എടാ വിഡ്ഢികളെ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. എവിടെ ഇത് ആരാണ്ട് മൈൻഡ് ചെയ്യുന്നത്? 90കളുടെ വസന്തങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് കമന്റാണ്, കമന്റോട് കമന്റ്. പിന്നെ കരുതലുള്ള അമ്മാവന്മാര് ആങ്ങളമാര് എല്ലാം വരും, മോളെ സാരി ഉടുക്കുമ്പോൾ അല്പം കൂടെ ശ്രദ്ധിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മോളുടെ വയറൊന്നും ഇങ്ങനെ പ്രദർശിപ്പിക്കരുത്. ചില ആങ്ങളമാര് ചേച്ചിക്ക് നല്ല ഇതാണ് ചേച്ചി, അതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ കുറെ കരുതലുള്ള ഇഷ്ടമുണ്ട്. അപ്പൊ ഇതിനകത്ത് വരുന്നതിൽ ഒരു 95% അറിഞ്ഞുകൂടാ. മാത്രമല്ല ഇപ്പൊ വേറെ ട്രെൻഡും ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ഈ സ്ത്രീകൾ, അല്ലാത്ത അല്ലാത്തവർ തന്നെ വന്നിട്ട് ശരീരം പ്രദർശിപ്പിക്കുന്ന ആളുകൾ വന്നിട്ട്, നല്ല നടിമാരല്ല അല്ലാത്തവരും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ലക്ഷങ്ങൾ മാസം സമ്പാദിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഈ സബ്സ്ക്രിപ്ഷൻ വഴി സമ്പാദിക്കുന്ന ഈ ഒരു വൃത്തികെട്ട സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് പൊതുചടങ്ങിനെത്തുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ള അല്ലെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ, ആരാണ് സുന്ദരിമാരെ പോലീസ് ഉദ്യോഗസ്ഥരോടെ കണ്ടുപോയപ്പോഴാണ് അവസ്ഥ. അതാണ് അത് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് കണ്ടു, ഇതുപോലെ വൈറലായി. തിരുവനന്തപുരത്ത് എവിടെയുള്ള ഒരു വനിതാ എസ് ഐ ആണ്. അവർ ചടങ്ങി വന്ന് നിൽക്കുന്നു, അവർ നല്ല മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് നല്ല യൂണിഫോം തന്നെ. അപ്പൊ ഇവരെ കുറിച്ച് എന്താ ഈ എസ് ഐയെ കണ്ടു, എസ് ഐയുടെ പേര് പോലും ഇവർക്ക് കേരള പോലീസിലെ സുന്ദരി പോലീസുകാരി കണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എടുത്തു. അപ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു, ഈ സുന്ദരി പോലീസുകാരി വൈറലാകുന്നു. ഇത് വൈറലായി കഴിയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഡിപ്പാർട്ട്മെന്റ് പ്രശ്നം ഉണ്ടാവും. ഈ വൈറലായ ആളെ ബാക്കിയുള്ളവർ ഒതുക്കാൻ നോക്കും. സുന്ദരികൾ അല്ലാത്തവരുണ്ടെങ്കിൽ അവരപ്പോൾ മാത്രമല്ല ഇത് ചില ആശാന്മാർ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇടുമ്പോൾ വേറെ കോപ്പി അടിക്കും. അതെ, കോപ്പി അടിച്ചിട്ട് അതിനെ വേറൊരു സാധനമാക്കി വേറെ സാഹിത്യമൊക്കെ ഇട്ട് അത് കൊടുക്കും. അതെ, അപ്പൊ ഇതൊരു വൃത്തികെട്ട ഒരു, സത്യം പറഞ്ഞാൽ എന്താണ് ഒരു വ്യഭിചാര സംസ്കാരം നമ്മുടെ നാട്ടിൽ. അല്ല, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സ്വകാര്യത എന്ന് പറഞ്ഞ് ഇപ്പൊ സ്ത്രീകളുടെ ആണേലും പൊതുജനങ്ങളുടെ ആണേലും ആരുടെ കുട്ടികളുടെ ആണേലും സ്വകാര്യത എന്നൊന്നും ഇല്ല. ഇവരെല്ലാം ഈ വ്ളോഗർമാരുടെ എല്ലാം പരിപാടി എന്താണ്, ഇതിനകത്തേക്ക് ഒരു മൊബൈലും ഫിറ്റ് ചെയ്ത് ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണെന്ന് പറഞ്ഞു. ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ്. മാത്രമല്ല ഈ വരുന്ന സ്ത്രീകൾ എമ്മാരുടെ എടാ നീ നിന്നെ വളരെ അവരെ അതിന്റെ അടിമകളെപ്പോഴാണ് അവർ സംസാരിക്കുന്നത്. ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണെന്നാണ് പറഞ്ഞത്. ഇവിടെ യഥാർത്ഥ മാധ്യമപ്രവർത്തകർക്ക് പോലും ഇപ്പോൾ ചെല്ലാൻ പറ്റില്ല. ഒരു ഫംഗ്ഷന് സിനിമാക്കാരുടെ തന്നെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ ഇവരവിടെ ഒന്നും തള്ളുവാണ്. എവിടെ ഫോട്ടോ എടുക്കണമെങ്കിലും നമുക്കറിയാം, ഇപ്പൊ നമുക്ക് രഹസ്യമാക്കി വെക്കാൻ സാധിക്കില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും CCTV ക്യാമറയാണ്. അത് കൂടാതെയാണ് ഈ പാപ്പരാസികളുടെ മൊബൈൽ ക്യാമറ. പിന്നെ ബസ്സിൽ കയറുന്ന സ്ത്രീകളുടെ ഒക്കെ ഈ സൈഡിൽ ഇരുന്നുകൊണ്ട് ഇതുപോലെ പടമെടുക്കുമ്പോൾ ഇഷ്ടം പോലെ. നമ്മളിപ്പോൾ ഈ യാത്രക്കാരായിട്ടുള്ള ആൾക്കാർ ഇത് അറിയുന്നതേ ഇല്ല, അവർ പോലും അറിയാതെ ഇത് അതീവ രഹസ്യമായിട്ട് പടമെടുത്ത് വിടുന്ന ആൾക്കാരുണ്ട്. ഞരമ്പന്മാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുക. ഞരമ്പ് മാത്രമല്ല, ഇവർക്ക് ഇതൂടെ ഉണ്ട്, കച്ചവടമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതെടുത്ത് വാട്സപ്പ് ഫേസ്ബുക്കിൽ ഇട്ടാൽ പൈസ കിട്ടും, യൂട്യൂബിൽ ഇട്ടാൽ പൈസ കിട്ടും. ഇതിനൊരു മിന്നുന്ന ഹെഡിങ് വിട്ട് അങ്ങ് വിട്ടാൽ മതി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇത്തരം ഒരു അവസ്ഥ മന്ത്രിക്ക് പോലും ഇതാണ് അവസ്ഥ. നമ്മുടെ നാട്ടിലെ വനിതാ മന്ത്രിക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം സെക്യൂരിറ്റിയും പൈലറ്റും എസ്കോർട്ടും ചുറ്റിനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ ഉള്ള ഒരു മന്ത്രിയെ വരെ വെറുതെ വിടുന്നില്ല. അപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ മുന്നോട്ട്, സ്ത്രീകളുടെ അവസ്ഥ എന്തായി തീരും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയം. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഈ വ്ളോഗർമാരെ നിയന്ത്രിക്കാൻ ഇത് അതിർവരമ്പിൽ ലംഘിക്കാൻ പാടില്ല. ഇതിനെ അതിർത്തി നിർണ്ണയിക്കണം. അല്ല, ഇവർക്ക് എന്തെങ്കിലും ഒരു നിയന്ത്രണം കൊണ്ടുവന്നവർ സർക്കാർ അത് നിയമം കൊണ്ടുവരാനൊക്കെ പറ്റും. മിനിമം സർക്കാർ അംഗീകരിക്കുന്ന ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, ഈ വ്ളോഗർ നടക്കുന്നതിൻ്റെ എന്താണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഒരു പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇഷ്ടംപോലെയാണ് ഈ കൂട്ടത്തിൽ. അവനാർക്ക് ആദ്യം ചിന്ത വരുന്നത് ഇതിനെങ്ങനെ മോശമായി ദുരുപയോഗം ചെയ്ത് വിൽക്കാന്നുള്ള കാര്യം. നമ്മൾ ചില റീൽസ് കാണുന്നില്ല, അന്തമുട്ട റീൽസ് അല്ല, ചില ആളുകൾ എങ്ങോട്ട് തിരിച്ചാണ് റീൽസാണ്, അത് അവർ തന്നെ പൈസ കൊടുത്ത് ഇടിക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ടാണ് പലരും ഇറങ്ങുന്നത്. ഇപ്പോൾ രാഷ്ട്രീയത്തിലും ഇപ്പോൾ സുന്ദരിമാരായ യുവ നേതാക്കന്മാരെല്ലാവരും അവരും റീൽസാണ്, ആണുങ്ങളും റീൽസാണ്. വല്ല കസവച്ച മുണ്ട കൊടുത്ത് സ്ലോ മോഷനിൽ നടന്നു വരുന്നതിന് അവരും കാണിക്കുന്നു. അപ്പോൾ ഇതൊരു വൃത്തികെട്ട സംസ്കാരമാണ്. പക്ഷേ ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നു, ജനത്തിന് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുകയില്ല. ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ലേ, ഓപ്പറേഷൻ തൂഫാൻ മാത്രം പോരാ നമുക്ക്. ഇവിടെ ക്രമസമാധാന പാലത്തിൽ വരുന്നത് ഇപ്പം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, പരാതികൾ ഇഷ്ടം പോലെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഇത്തരക്കാർക്കെതിരെ കർശനമായ നടപടി എടുക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് ഒരു മന്ത്രി തന്നെ അവരുടെ ദുരനുഭവം തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ. അല്ലെങ്കിൽ ഇത് ഈ സർക്കാരിനും ആഭ്യന്തരമന്ത്രിക്കും വരെ നാണക്കേടാണ്. ഈ മന്ത്രിക്ക് ഇത് പൊതുവേദി പറയേണ്ടി വന്നു. ആഭ്യന്തരമന്ത്രിയോട് രഹസ്യമായിട്ട് പറഞ്ഞു കാണും. ചിലപ്പോൾ ഇതിനകത്ത് നടപടി ഇല്ലാതെ വന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മന്ത്രിക്ക് പറയേണ്ടി വന്നത്. എന്താണെങ്കിലും ഇത് ഒരു മന്ത്രിയുടെ ഈ പരാതിയെങ്കിലും ഗൗരവത്തിലെടുത്തുകൊണ്ട് ഇതിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള ആർജവം ഇവിടുത്തെ സർക്കാർ കാണിക്കുകയാണ്.